ശർക്കരക്കുടത്തിൽ ഒളിച്ചിരുന്ന ശർക്കര അമ്മയുടെ ഇഷ്ട നിവേദ്യമായ ശർക്കര പായസം പൊങ്കാലയായി നിവേദിക്കാൻ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ശർക്കര പറമ്പിലും പ്രദേശത്തുമായി ഇന്ന് തടിച്ചുകൂടിയത്. ശർക്കര പായസത്തിനു പുറമെ വെള്ളച്ചോറും പാൽപായസവും മണ്ടപ്പുറ്റും തെരളിയും ഇങ്ങനെ തുടങ്ങി നേർച്ച നടത്തിയ ഒരുപാട് നേർച്ചകൾ വേറെ. ശരിക്കും ഇന്ന് ചിറയൻകീഴ് ശർക്കരപ്പറമ്പിലെ ഓരോ മൺതരിയും നാമജപത്താലും പ്രാർത്ഥനകളാലും ഭക്തി സാന്ദ്ര മുഖരിതമായിരുന്നു. അങ്ങനെ 2025 ഫെബ്രുവരി 13 ഈ കൊല്ലത്തെ ശർക്കര ഉത്സവത്തിന് ആരംഭം കുറിക്കുകയായി. കുംഭ 1 നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിന് പിന്നോടിയായി 3-ാമത്തെ വെള്ളിയാഴ്ച അരങ്ങേറുന്ന കാളിയൂട്ട് മഹോത്സവത്തിനും പിന്നാലെ വരുന്ന അശ്വതി ഭരണി ഉത്സവത്തിനും വേണ്ടി ചിറയൻകീഴ് കാത്തിരിക്കുകയാണ്. നിറഞ്ഞു തുളുമ്പിയ ഓരോ പൊങ്കാല കലവും ശർക്കര അമ്മ നടത്തിക്കൊടുത്ത നേർച്ചകളും ഇനി നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളുമായിരുന്നു. ആദിയും വ്യാധിയും ദുഃഖവും ദുരിതവും മറന്ന് അമ്മയ്ക്ക് മുന്നിൽ വർഷങ്ങളായി പൊങ്കാലയിടുന്നവർ അനേകായിരം. ഇതൊരു വിശ്വാസമാണ്. നമ്മുടെ സ്വകാര്യ അഹങ്കാരവും ശർക്കര നാടും ശർക്കര അമ്മയും ശർക്കര ഉത്സവവും എല്ലാം തന്നെ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന സർവ്വ ഐശ്വര്യദായിനിയായ ശർക്കര അമ്മയ്ക്ക് മുന്നിൽ തന്റെ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെച്ച് ഒരു കൂട്ടം ഭക്തർ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ഇനി കാളിയൂട്ട് മഹോത്സവത്തിനായി കാത്തിരിക്കുകയുമാണ്. ഇനി വരാൻ പോകുന്ന 3-ാമത്തെ വെള്ളിയായ ശർക്കര പറമ്പ് ഇതുപോലെ തടിച്ചുകൂടും കാളിയൂട്ട് മഹോത്സവത്തിന് വേണ്ടി.